ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിപിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത്, നീ എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആയിരുന്നു എന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്താണെന്ന് നോക്കിയാലോ. Eight of Cups, Emperor, Two of Swords, Knight of Swords, Nine of Swords, Eight of Swords, Four of Swords, Chariot, Ace of Cups, Four of Pentacles, Knight of Pentacles, Queen of Wands, Seven of Swords, Queen of Cups, King of Swords, King of Wands. Eight of Cups ആണ് ഫസ്റ്റ് കാർഡ്. Eight of Cups ആണ്. അപ്പം Eight of Cups എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രയും ഒരു നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോവുകയാണോ എന്ന് ആ വ്യക്തിക്ക് ഡൗട്ടുണ്ട്. എന്നിൽ നിന്ന് നീ മൂവ് ഓൺ ആവോ എന്ന ഡൗട്ടിലാണ് ആ വ്യക്തി ഉള്ളത്. ഫസ്റ്റ് കാർഡ് തന്നെ. അപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ഒന്നും കെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ പഴയതുപോലെ കെയർ ചെയ്യുന്നില്ല. ചെയ്തു പോയ കാര്യത്തിൽ പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. എന്തോ നിങ്ങളോട് ചെയ്തു പോയതിൽ അങ്ങേറ്റം പശ്ചാത്തപിക്കുന്നൊരു ആ വ്യക്തിക്ക് വളരെ ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുന്നത്. ഒരു തൃപ്തികരമായ അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തിക്ക് ആ നിൽക്കുന്ന ഇപ്പം ആ വ്യക്തിയുള്ള സ്ഥലം ആ വ്യക്തിക്ക് മതിയായി. അത്രയും മനസ്സ് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് കാർഡ് എംപററാണ്. അപ്പം പിന്നെ വളരെ ഈഗോയിസ്റ്റായ വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരു ഹൈഡ് ചെയ്ത് വെക്കും. ഈഗോ കാരണം മാപ്പ് പറയില്ല. ഉള്ളിൽ എൻ്റെ തെറ്റാണെന്ന് ആ വ്യക്തിക്ക് അറിയാം, പക്ഷെങ്കിൽ ആ വ്യക്തി മാപ്പ് പറയില്ല. ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് അത് ഈഗോ കാരണം അത് സമ്മതിച്ചു തരില്ല. ഒരു അധികാര പദവിയിലുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒരു കസേല ഇട്ട് കൊടുക്കും. ഒരു അറിവ് പകർന്നു കൊടുക്കാനും എല്ലാം കഴിവുള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അധികാരം, ഒരു രാജാവിനെ പോലത്തെ ഒരു പ്രൗഢിയോടുകൂടെ ഒരു നേതൃത്വ പാഠവും ഒരു സദസ്സിനെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്തായാലും ഒരു ഹൈ ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിയാണ്. സ്നേഹമാണെങ്കിലും ആ വ്യക്തിയുടെ ഫീലിങ്സ് ഒന്നും ഒരു എക്സ്പ്രസ് ചെയ്യാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. ഉള്ളിലുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അധികം പ്രായം ഇല്ലെങ്കിലും വളരെ മെച്യൂരിറ്റി, നല്ലൊരു പ്രായം ചെന്ന ആൾ പോലെയാണ് ആ വ്യക്തി എല്ലാം സംസാരിക്കുക, എല്ലാം ചെയ്യുക. അത്രയും പ്രായം കുറവാണെങ്കിലും നല്ലൊരു പക്വതയുള്ളൊരു വ്യക്തിയാണ്. തെറ്റെൻ്റെതാണെന്ന് അറിയാം ആ വ്യക്തിക്ക്, പക്ഷെ ആ വ്യക്തി അത് സമ്മതിച്ചു തരില്ല. നെക്സ്റ്റ് കാർഡ് ടു ഓഫ് സോർഡ് ആണ്. കൺഫ്യൂഷനാണ്.
രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ആ വ്യക്തിക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു ബോധ്യമില്ല. രണ്ട് സിറ്റുവേഷൻ ഉള്ളത് കാരണം തന്നെ കൺഫ്യൂഷനാണ്. ഇത്രയും കൺഫ്യൂഷനിലാണ് ആ വ്യക്തി. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോഡാണ്. സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കണം. ഇതെല്ലാം ഇപ്പോൾ കാര്യം സാധിച്ചെടുക്കാൻ സ്പീഡിൽ തന്നെ വേണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുന്ന ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിലേക്കൊന്ന് സ്പീഡിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ. ഒന്നും നോക്കാതെ കൊണ്ട് എങ്ങനെയെങ്കിലും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. അതിനു മുന്നേ നിങ്ങളിലേക്ക് എത്തിപ്പെടണം, അതിനുവേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് നൈൻ ഓഫ് സോഡാണ്. മാനസികമായി തകർന്ന ഒരവസ്ഥ, അത്രയും മാനസികമായി തകർന്ന് നിൽക്കുന്ന ഒരു ഉത്കണ്ഠ, പേടി, ആ വ്യക്തി ഒരുപാട് പേടി സ്വപ്നെല്ലാം കണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. അത്രയും നിങ്ങൾ പോയപ്പോഴാണ് നിങ്ങളുടെ വില എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത്. കുറ്റബോധം, ഭയങ്കര കുറ്റബോധത്തിലാണ് ആ വ്യക്തി ഉള്ളത്. നൈൻ ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ അത്രയധികം കുറ്റബോധം. നമ്മുടെ ടോപ്പിക് വെച്ചാൽ നീ എനിക്ക് ഇത്രയും സ്പെഷ്യലാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യം അറിയില്ല. ആദ്യം പല ചോയ്സിലും ഒരു ചോയ്സ് ആയിട്ടാണ് നിങ്ങളെ കണ്ടത്. ആ വ്യക്തി അത്രയും ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ വ്യക്തി ഇപ്പൊ കടന്നു പോകുന്നത്. നീ എനിക്ക് വളരെ സ്പെഷ്യലാണെന്ന് നമ്മൾ തമ്മിൽ അകന്നപ്പോഴാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് സ്നേഹം തരാൻ കൊതിക്കുകയാണ് ആ വ്യക്തി. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടി ആ വ്യക്തി, പക്ഷെ അതിന് സാഹചര്യം അനുവദിക്കുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ജീവിക്കണമെങ്കിൽ നീ കൂടിയേ തീരൂ എന്ന ആ പ്രപഞ്ച സത്യം ഞാൻ മനസ്സിലാക്കിയതപ്പ സെപ്പറേറ്റ് ആയപ്പോഴാണ്. നമ്മൾ തുടങ്ങി വെച്ച ആ ബന്ധത്തിന്റെ അർത്ഥം എനിക്ക് നല്ല പോലെ മനസ്സിലായി. നമ്മളൊരു സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ അതിലെ ഒരു പല ചോയ്സിലും ഒരു ചോയ്സായിട്ടാണ് കരുതിയത്. പക്ഷെ നമ്മൾ തുടങ്ങി വെച്ച ആ സ്നേഹബന്ധത്തിന്റെ അർത്ഥം എന്തെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളുടെ മനസ്സുകൾ തമ്മിൽ അത്രയധികം ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മളെ കിട്ടണം, നമുക്ക് നമ്മളെ തന്നെ കിട്ടണം എന്ന് മനസ്സുകൾ തമ്മിൽ ആഗ്രഹിക്കുകയാണ്. ഒരു കാന്തികമായ ഊർജം പ്രവഹിക്കുന്നത്. യൂണിവേഴ്സ് നമ്മളെ സെപ്പറേറ്റ് ആക്കിയത് നന്നായി എന്നാണ് ആ വ്യക്തി പറയുന്നത്. എല്ലാം മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന്. അത്രയും സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പം ഒരു കണ്ണ് പൂട്ടാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക്. നൈനോസോട് അത്രയധികം സ്നേഹം ഇങ്ങനെ വരിക, സ്നേഹം ഇങ്ങനെ വന്നിട്ട് അത് തരാനും പറ്റുന്നില്ല. സ്നേഹം പ്രവഹിക്കുന്നുണ്ട്. ഏസോ കപ്പലുണ്ടല്ലോ. അപ്പം രാത്രി ഉറങ്ങാൻ കണ്ണ് പൂട്ടാൻ പറ്റുന്നില്ല. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലായി ആ വ്യക്തി. എന്താണ് നമ്മൾ തുടങ്ങി വെച്ച ആ സ്നേഹത്തിന്റെ ആഴം എന്താണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് സോഡാണ്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ലോകത്ത് സ്വന്തം ഒതുങ്ങി നിന്നിട്ട് മറ്റൊന്നും വേണ്ട, എനിക്ക് ആ ലോകത്ത് തന്നെ ഒരു തടവ് പോലെ സ്റ്റക്കായി, അത്രയും സ്റ്റക്കായിട്ട് ആ ലോകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുക, അവനവന്റെ ഉൾവെലിഞ്ഞ് നിൽക്കുക. ഒരു കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. മറ്റൊരാളുടെ കൺട്രോളിലാണ് ആ വ്യക്തി. അതുകൊണ്ടാണ് അങ്ങനെ ഓടിച്ചാടി വരാനും പറ്റുന്നില്ല. ഹൃദയം ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി വിതുമ്പി നിൽക്കുകയാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടാത്തപ്പോൾ ഉള്ള ആ ഒരു പിരിമുറുക്കം, അതാണ് ഈ എയ്റ്റ് ഓഫ് സോഡിൽ പറയുന്നത്. സ്നേഹം തരാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് സോഡ്. ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാറ്റിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. നിങ്ങള് മൂവ് ഓൺ ആയി പോകുന്നുള്ള പേടിയാണ് വളരെ ഭയക്കുന്നത്. അത്രയും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. നിങ്ങളിനി ഗെറ്റ് ഔട്ട് പറയോ? എൻ്റെ വ്യക്തിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സത്യാവസ്ഥ എനിക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി. ഈ വ്യക്തിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നെക്സ്റ്റ് കാർഡ് ചാരിയറ്റാണ്. നിങ്ങളിലേക്ക് എന്തായാലും വരാൻ നീങ്ങിക്കഴിഞ്ഞു, ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. മനഃശക്തി, ആ വ്യക്തിയുടെ മനസ്സിനൊരു ശക്തി, മനസ്സിന്റെ ശക്തി കൊണ്ട് ആ വ്യക്തി മുന്നോട്ട് വരികയാണ്.
ഒരു രാജകുമാരനെ പോലെ നിങ്ങളിലേക്ക് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ചെല്ലാൻ വേണ്ടി വരികയാണ്. രാജകുമാരനായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന വ്യക്തി മനസ്സിലായി. ഇത് സാധാരണ ഒരു ബന്ധമല്ല. ഇത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്, സ്പെഷ്യലാണ്. ഇത് ഒരു കാന്തികമായ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയാണ്. മനസ്സിനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നിയന്ത്രിച്ചിട്ട് ആ വ്യക്തി മുന്നോട്ട് വെച്ചാൽ ആ വ്യക്തിനെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചാരിയറ്റ് എല്ലാം സംസാരിച്ച് സോൾവ് ആക്കണം, നിങ്ങളിലേക്ക് എത്തിച്ചേരണം, പ്രശ്നമെല്ലാം പരിഹരിച്ച് നിങ്ങളെ നേടണം. അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. എന്തൊക്കെ എന്തൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഇവിടെ അതിശക്തമായ ക്യൂണോ വൺസിനെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിശക്തമായ തേർഡ് പാർട്ടിയാണ്. പക്ഷെ എന്ത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആ വ്യക്തി തീരുമാനം എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ്, നിയന്ത്രിക്കാൻ പറ്റാത്ത സ്നേഹം, ഓവർഫ്ലോയിങ് ആയ സ്നേഹം നിങ്ങളോട് തോന്നുക. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. സ്നേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അത്രയും സ്നേഹം തോന്നുകയാണ്. ഇത് ഇങ്ങനെയൊരു ബന്ധമാണെന്ന് അറിഞ്ഞപ്പം ആ വ്യക്തിക്ക് നിങ്ങളോട് അത്രയധികം സ്നേഹം തോന്നുകയാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത ബന്ധമാണെന്ന് പറയാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പറയാം. അത്രയും യൂണിവേഴ്സിന്റെ തന്നെ കപ്പിൾസ് ആണെന്ന് പറയാം, എല്ലാം പറയുന്നത്. അപ്പം നോൺ സ്റ്റോപ്പായ സ്നേഹമാണ്, എൻ്റെ ഓക്സിജനാണ്. ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളോട് അങ്ങനെ തോന്നുകയാണ്. അത്രത്തോളം ആഴത്തിലാണ്. നിങ്ങളുമായിട്ട് ഹാപ്പി ഫാമിലി വേണം, നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹം, ഓടി വരാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷിയെ പോലെയല്ല ഓടി വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് നിങ്ങളെ ഒന്ന് ഫ്രഷായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ എല്ലാം അങ്ങോട്ട് മറക്കണം, അതങ്ങ് എടുത്ത് ഇതുവരെ കഴിഞ്ഞ സംഭവം എല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി കൊതിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് മെഡിറ്റേഷനും മാനിഫെസ്റ്റലും ചെയ്യുന്നത്. സ്വപ്നങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിക്ക് സ്വപ്നം കാണുന്നത്, ഞെട്ടി ഉണരുന്നത്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കില്ലാത്ത കുറേ കാലമായി. അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. ഇനി വേറെ ഒരു ലോകം ഇല്ല എനിക്ക്. സെലിബ്രേറ്റ് ചെയ്യണം, ഫുൾഫിൽമെന്റ് വേണം, അടിച്ചു പൊളിക്കണം, ലോകം തേച്ചും ചുറ്റിക്കറങ്ങണം, എന്തൊക്കെ വെരി സ്ട്രോങ് ആയ ഏസ് ഓഫ് കപ്പിൽ എന്തൊക്കെ പറയാം അതൊക്കെ പറയാം കേട്ടോ. അത്രയും സ്നേഹം. നിങ്ങളറിയാതെ നിങ്ങളെ വന്ന് കാണുന്നതിലും ഉണ്ട് ആ വ്യക്തി. അപ്പം ആ വ്യക്തി പറയുന്നത് എൻ്റെ യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ്, എൻ്റെ ഓക്സിജനാണ്, എൻ്റെ ലൈറ്റാണ്, എൻ്റെ സ്ട്രെങ്ത് ആണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ധൈര്യമാണ്, എൻ്റെ എല്ലാമാണ് എന്നാണ് ഏസ് ഓഫ് കപ്പിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നീ ഇല്ലാതെ മുന്നോട്ട് പോയി. ഈഗോ ഇവിടെ എംബററാണ് എന്നിട്ടും ആ വ്യക്തി ഓടി വരികയാണ്. എന്ത് എംബറർ ആയാലും സാരമില്ല, ഞാനത് എനിക്കുള്ള എൻ്റെ വികാരം ഞാൻ തുറന്ന് പറയാൻ തീരുമാനിച്ചിട്ടാണ് ആ വ്യക്തി ചാരിയറ്റിൽ വരുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞു, എന്ത് വന്നാലും ഞാൻ വരുവാണെന്നുള്ളത് ആ വ്യക്തി തീരുമാനിച്ചിട്ട് ആ വ്യക്തി വരുവാണ്. 4 ഓഫ് പെൻഡിക്കൽ നെക്സ്റ്റ് വളരെ പൊസസീവാണ്. നിങ്ങൾ മറ്റൊരാളോട് നോക്കുന്നവരെ ആ വ്യക്തിക്ക് സങ്കല്പിക്കുക. അതായി ഉറക്കില്ലാത്തതിൻ്റെ കാരണം. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിപ്പോവോ, നിങ്ങളുടെ സ്നേഹം എവിടെയെങ്കിലും പോയോ, എവിടെയെങ്കിലും ഒഴുകി പോകുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ ആ വ്യക്തിക്ക് ഉറക്കില്ലാത്ത നൈനോസോഡ് ഉറക്കേ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ മറ്റൊരാളോട് നോക്കുന്ന പോലും ഇഷ്ടമല്ല, അത്രക്കും പോസസീവാണ്. 4 ഓഫ് പെൻഡിക്കൽ സ്നേഹം അങ്ങനെ എല്ലാം നിങ്ങളെയെല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. അപ്പം എൻ്റെ വ്യക്തി എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് 4 ഓഫ് പെൻഡിക്കൽ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡിക്കൽ. ഒരു ഫിനാൻഷ്യൽ സ്റ്റെക്ക് എല്ലാം ഉണ്ട് ആ വ്യക്തിക്ക്. എന്നാലും അതിനെല്ലാം ആ വ്യക്തി മറികടന്ന് മുന്നോട്ട് വരാനാണ് ആ വ്യക്തി ആക്ഷൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ചാരിയറ്റിൽ ആ വ്യക്തി ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച് നിങ്ങളിലേക്ക് വരാണ്. ഒരു സത്യസന്ധമായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് ക്യൂണോ വൺസ് ആണ്. ഒരു വളരെ അത്രയും സെൽഫിഷായ സ്വന്തം കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ക്യൂണോ വൺസ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റാർക്ക് എന്തങ്ങ് ജീവൻ പോയാലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് നല്ല എല്ലാം കിട്ടണം. അങ്ങനെ ഇത്രയും സെൽഫിഷായ ഒരു തേർഡ് പാർട്ടീനെയാണ് ഇവിടെ കാണുന്നത്.
ആ വ്യക്തിനെ അത്രയും കൺട്രോളിൽ നിൽക്കുക, ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് യൂണോബോൺസ്. നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് സോർഡാണ്. ഒരു ആ വ്യക്തിനെ വളരെ വഞ്ചനയിൽ പെടുത്തി, ആ വ്യക്തിനെ വളരെ ക്രൂരമായി എന്തൊക്കെയോ ആ വ്യക്തിനെ ലക്ഷ്യത്തോടു കൂടെ ആ വ്യക്തിനെ ചീറ്റ് ചെയ്ത് ഒരുപാട് ചീറ്റിംഗ് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ആ വ്യക്തി അനുഭവിച്ചു. അന്നേരമാണ് ഈ നിങ്ങളെന്ന വ്യക്തിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടീനെ യൂണിവേഴ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് ഇപ്പം കറക്റ്റ് മനസ്സിലായി. എൻ്റെ ജീവവായു അവിടെയാണ് കിടക്കുന്നത്, എനിക്ക് ശരിക്കും ശ്വസിക്കാൻ കഴിയണ്ടെങ്കിൽ എവിടെ എത്തണം, എൻ്റെ കക്ഷിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ചാരിയറ്റിൽ ആ വ്യക്തി വരാൻ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതുവരെ ഒരിക്കലും ആക്ഷൻ എടുക്കാത്തൊരു വ്യക്തിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭൂമി കുലുങ്ങിയാലും ആക്ഷൻ എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ആക്ഷൻ എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ക്യൂൺ വാൺസിൻ്റെ അടുത്ത് കിട്ടുന്ന ആ തരികട മനസ്സിലായി. അപ്പം ആ വ്യക്തി ജീവവായുവിന് വേണ്ടി ഓടി വരിക. നെക്സ്റ്റ് ക്യൂൺ കപ്പാണ്. ഇമോഷൻസ്, അത്രയും ഇമോഷൻസിലാണ് ആ വ്യക്തിയുള്ളത്. അത്രയും സോഫ്റ്റായൊരു സ്നേഹം, അത്രയും സത്യസന്ധമായൊരു സ്നേഹം തന്നെ എൻ്റെ വ്യക്തിയുടെ അടുത്തേക്ക് ജീവവായുവിന് വേണ്ടി ഓടി വരികയാണ് ആ വ്യക്തി എന്നെ പറയാം. അപ്പോൾ നിങ്ങളിനി എന്നെ സ്വീകരിക്കുമോ എന്നുള്ളൊരു തെറ്റ് ചെയ്തു പോയി. ഒരുപാട് തെറ്റല്ല, ഈ ക്യൂൺ വാൺസിൻ്റെ കൂടെ നിന്നുപോയി. അതാണ് പറയുന്നത് ശരിയെന്ന് വെച്ചിട്ട് അവിടെ നിന്നുപോയി തേർഡ് പാർട്ടിയുടെ കൂടെ. അത് തന്നെ നിങ്ങൾ എന്ത് പറയും, എങ്ങനെ പ്രകടിപ്പിക്കും എന്നൊന്നും അറിയില്ല. അതാണ് എന്ത് മുഖം വെച്ച് വരും, ഒരു മുഖം പ്രദർശിപ്പിക്കണ്ടേ, അതാണ്. അതൊക്കെയുള്ള ടെൻഷൻ ഉണ്ട്. നൈറ്റ് സോഡ്, നെക്സ്റ്റ് കിങ് സോഡ്. പവർഫുൾ, സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. അത്രയും പവർഫുള്ളോടും കൂടെ ആ വ്യക്തി വരികയാണ്. ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ആ വ്യക്തി ചിന്തിച്ച് മുന്നോട്ട് വരികയാണ്. ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവവായു അവിടെയാണെന്നാണ് പറയുന്നത്. ബന്ധം വീണ്ടും പൂത്ത് തളിർത്ത് കൊണ്ടുവരണം. ഒരു പഴയതിനെയും കാണി അതിശക്തമായിട്ട് ബന്ധം പൂത്ത് തളിർത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ദൃഢനിശ്ചയമായിട്ട് വരികയാണ്. കിങ് ഓഫ് വാൺസ്, ബോട്ടം. നിങ്ങളെ തന്നെ ഈഗോ എല്ലാം ഉണ്ടെങ്കിൽ ഈഗോ എല്ലാം പിടിച്ചിങ്ങനെ നിങ്ങളിലേക്ക് ദൂരെ നിങ്ങളെ വീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ് കിങ് ഓഫ് വാൺസിൽ. കിങ്ങിൻ്റെ എനർജിയോടുകൂടെ എടുത്തു കഴിഞ്ഞു, തീരുമാനം എടുത്തു കഴിഞ്ഞു. ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കിങ് ഓഫ് വാൺസ്. എന്ത് വന്നാലും ഇത് തിരിച്ചു പിടിക്കണം. ദൃഢനിശ്ചയത്തോടുകൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. എന്ത് തന്നെ നിങ്ങൾ നോ പറഞ്ഞാലും നിങ്ങളെ പൊക്കിക്കൊണ്ടിരണം തന്നെയാണ് ആ വ്യക്തിയുടെ തീരുമാനം. ഒരു നോക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റെതാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളെ പൊക്കിയെടുക്കാൻ തന്നെയാണ്. മഹാദേവനെയും പാർവതി മാതേനെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ശിവരാത്രിയാണ്. ഇപ്പം എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, എന്താണെന്ന് നോക്കട്ടെ. അയ്യപ്പസ്വാമിയാണ്. അപ്പം നമുക്ക് കിട്ടേണ്ടവരെ കിട്ടിയിരിക്കുന്നത് ഇപ്പുറം അയ്യപ്പസ്വാമിയാണ്. ഇപ്പുറം ശിവനും, ഇവിടെ ശിവനും മഹാദേവനും ഉണ്ട്. ഭഗവാനെ, ഇന്ന് ശിവരാത്രിയായിട്ട് നമുക്ക് കിട്ടിയത്. ഭഗവാനെ താങ്ക്സ്, ഒരുപാട് എൻ്റെ മഹാദേവ. അപ്പം ഇതാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഇതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ കാർഡ്.
അപ്പം ഐ ലവ് യു എന്നാ പറയുന്നത് കേട്ടോ ആ വ്യക്തി നിങ്ങളോട്. സംടൈം ഐ സ്റ്റേ അവേക്കിംഗ് തിങ്കിങ് അബൌട്ട് യു. ഞാൻ നിന്നെ കുറിച്ച് ഓർത്താണ് ഉണരാറ്. ഐ റിമെമ്പർ എവറി ഡീറ്റെയിൽ ഓഫ് ദാറ്റ് ഡേ. ഞാൻ ലാസ്റ്റ് ദിവസത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ആ ലാസ്റ്റ് ദിവസത്തെ എപ്പോഴും ഓർക്കുന്നു. തൃട്ടാതി ട്വിൻ പ്ലാൻ. ഒക്ടോബർ പൂരം. ഇടുക്കി എൻ. ബിസിനസ് ട്രാവൽ. ആക്ടർ ചെന്നൈ. മലപ്പുറം ജി. എൽ എറണാകുളം. പൂയം മാർച്ച്. എം തൃശ്ശൂർ. എച്ച് പാലക്കാട്. ഉത്രാടം സോൾമേറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.